കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ശക്തമാക്കി ബി.ജെ.പി. തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ പ്രവർത്തനം ആരംഭിച്ചു. പദയാത്രകൾ, ബൂത്ത് തല പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏറെ മുന്നിലാണ് ജില്ലയിലെ ബി.ജെ.പി. മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പദയാത്രകൾ, ജനവിരുദ്ധ വികാരം നിലനിൽക്കുന്ന എം.എൽ.എമാർക്കെതിരെ ബൂത്ത് തലത്തിൽ ജനകീയ ഒപ്പുശേഖരണം, ജില്ലയുടെ വികസന മുരടിപ്പിന് കാരണക്കാരായ LDF, UDF എം.എൽ.എമാരുടെ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പ്രതിഷേധ മാർച്ചുകൾ എന്നിവ ബി.ജെ.പി. ജില്ലയിൽ നടത്തിവരുന്നു. പുതുപ്പള്ളി മണ്ഡലം NDA ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി അശോകൻ കുളനട ഉദ്ഘാടനം ചെയ്തു. കോട്ടയം ജില്ലയിലെ സാധാരണക്കാരായ ആളുകളും കോട്ടയം ജില്ലയില് കാർഷിക വ്യാവസായിക മേഖലകളിൽ നിൽക്കുന്ന ആളുകളും എല്ലാവരും സംബന്ധിച്ച് അവരവരുടെ മേഖലയിൽ അവരവർക്ക് വിജയം വരിക്കാൻ, അവരവരുടെ മേഖലയിൽ മെച്ചമുണ്ടാകാൻ, നേട്ടമുണ്ടാകാൻ, കേരളത്തിൽ ഭരണമാറ്റം അത് ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും അനുകൂലമായിട്ടുണ്ടാകണമെന്ന് ഇന്ന് സാധാരണ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ കോട്ടയം ഈസ്റ്റ് ജില്ലയിൽ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്ന് ബി.ജെ.പി. കോട്ടയം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് റോയ് ചാക്കോ പറഞ്ഞു. രാജ്യത്തിന്റെ വികസനത്തിനൊപ്പം നാടിനും വികസനം വേണമെന്ന് ആഗ്രഹിക്കുന്ന പുതുപ്പള്ളിയിലെ ജനങ്ങൾ ഇന്ന് NDAയുടെ ഒപ്പമാണ്. അവർക്ക് വികസനം ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തുന്ന രാഷ്ട്രീയമാണ് അവർ ശ്രദ്ധിക്കുന്നുള്ള കാര്യമാണ്. ഓരോ യോഗങ്ങളിലും അതുപോലെയുള്ള മീറ്റിങ്ങുകളിലൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് നിരവധി പ്രവർത്തകർ കടന്നുവരുന്നെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ ബി.ജെ.പിക്കുണ്ടായ മുന്നേറ്റം, ജില്ലയിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണ തുടങ്ങി വിവിധ ഘടകങ്ങൾ ചൂണ്ടിക്കാട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് മുന്നേറ്റം സാധ്യമാക്കാൻ ബി.ജെ.പിക്ക് കഴിയുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ജനം, കോട്ടയം.